ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ രാജാവും ദാസനാകും, കുബേരനും ദാസനാകും. എത്ര വലിയ സമ്പത്തും ഐശ്വര്യങ്ങളും നിങ്ങളുടെ കാൽച്ചോട്ടിലേക്ക് വരും. ആഗ്രഹിക്കുന്ന എന്തും ജീവിതത്തിൽ നേടിയെടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർഹമായ ലഭിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ. ഇത് ഒരു ശരനൂൽ രഹസ്യമാണ്, ഒരു ചെറിയ ശ്വാസവിദ്യയാണ്. ശ്വാസവിദ്യ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ശ്വാസത്തെ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു വിദ്യയാണ്. മനസ്സിലായോ? ഇത് ഞാനിന്ന് പറയാൻ കാര്യം, ഇന്ന് ഞാൻ വേറൊരു വിഷയം ഇടാൻ വേണ്ടിയിരുന്ന, അപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു അമ്മയാണ്, ആ അമ്മയുടെ മകന് അമേരിക്കയിൽ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മകൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിനെല്ലാം നോക്കി കൊടുത്തിട്ടുള്ളതാണ്. കടൽ കടന്ന് അത്രയും ദൂരെയുള്ള ആ ഒരു മനുഷ്യൻ ഇവിടെ എന്നെ കാണാൻ വന്നു കുടുംബമായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെല്ലാം നോക്കി കൊടുത്തതാണ്. അപ്പോൾ ആ അമ്മ ഇന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു, മോനെ എന്നോട് പറയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. മോനെ ഗൂഗിളിലായിരുന്നു അമേരിക്കയിൽ. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ശ്വാസവിദ്യ ചെയ്തിട്ട് അമേരിക്കയിൽ തന്നെ വേറെ ഒരു കമ്പനിയിലേക്ക്, ഒരു വലിയ കമ്പനിയിലേക്ക്, അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്ത ശ്വാസവിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. അത് ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ സമ്പത്തും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം വേറെ ആരും പറഞ്ഞു തരത്തുമില്ല. പറയണമെന്നുണ്ടെങ്കിൽ അറിയാതെ എങ്ങനെ പറയാൻ പറ്റും? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ആത്മാവിൽ ആ ശിവൻ്റെ സംസ്കാരം വേണം. ആ ശിവനിൽ നിന്ന് വന്ന ആളുകൾ, അങ്ങനെയുള്ള ആ ഒരു സോൾസിനെ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്കാണ് അതിനുള്ള നിയോഗം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്, ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരുകയാണ്. ഇതിന് ലക്ഷങ്ങൾ കൊടുത്താലും ഇത് കിട്ടത്തില്ല, അതിനേക്കാളൊക്കെ വിലയുണ്ട്. ഈ ഒരൊറ്റ അറിവ് തന്നെ, ഈ ഒരറിവ് മാത്രം നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു ലോട്ടറിയാണ്. എന്ന് വെച്ചാൽ ലോട്ടറി എടുത്ത് അടിക്കുന്ന ലോട്ടറിയുടെ കാര്യമല്ല പറഞ്ഞാൽ, ജീവിതം മുഴുവൻ നിങ്ങൾക്ക് എല്ലാ സമ്പത്തും ഐശ്വര്യം ഉയർച്ചയും വശ്യവും എല്ലാം നൽകുന്നതാണ് ഈ ഒരൊറ്റ അറിവ്. ഇത് ഒരിക്കലും വേറെ ആരും ഒരിടത്തും പറഞ്ഞു തരത്തില്ല. കാരണം ഇതെല്ലാം ശിവനിൽ നിന്ന് വരുന്ന വിദ്യകളാണ്. ഞാനൊരു ശിവയോഗിയാണ്. ഒരു കടലിനേക്കാൾ, ഒരു പ്രപഞ്ചത്തെക്കാൾ ഈ ശൂന്യത ധ്യാനിക്കുന്ന എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചില ഒരുപാട് വിദ്യകളുണ്ട്. പക്ഷെ ഞാൻ ധ്യാനിക്കുന്ന ശൂന്യതയാണ്, ആ ശിവനെ വേറെ ആ ഒരു വിദ്യയിലാണ്. അപ്പം അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിന് എല്ലാവർക്കും വേണ്ടി ഉള്ള നല്ല കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ജന്മനിയോഗം പോലെ നമ്മളൊക്കെ ഭൂമിയിൽ വന്നു ജനിച്ചു. ആളുകൾക്ക് ഇതുപോലെയുള്ള ഈശ്വരനെ അറിയുന്ന നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത നിയോഗം. അപ്പോൾ അത് നിങ്ങളെ കർമ്മഫലങ്ങളെ ലഘൂകരിക്കാനും ഈശ്വരനെ അറിയാനും ഉപകരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനെ അറിയാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയെ ഞാനിത് പറഞ്ഞു തരുന്നതാണ്. പരമേശ്വരൻ്റെ പാദങ്ങൾ സ്മരിക്കുന്നു. അമ്മ പാർവ്വതീദേവിയുടെ, ദിവ്യമാതാവായ പാർവ്വതീദേവിയുടെ പാദങ്ങൾ സ്മരിക്കുന്നു. ശിവൻ തന്നെയായ ആദിശിവനായ ആ ശിവൻ തന്നെയായ മഹാഗുരു അഗസ്ത്യരെ പ്രണമിക്കുന്നു. മഹാഗുരു തിരുമൂലരെ പ്രണമിക്കുന്നു. എനിക്ക് അറിയാതെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ജ്ഞാനം നൽകുന്ന, അദൃശ്യമായി നൽകുന്ന എല്ലാ ഗുരുക്കന്മാരെയും, വിശുദ്ധന്മാരായ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. സമസ്താപരാധങ്ങളും ക്ഷമിക്കണേ, സമസ്താപരാധം ക്ഷമിച്ചു അഖിലേശു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈശ്വരനെ അറിയട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഇതുപോലെയുള്ള പരമമായൊരു വിദ്യ പറഞ്ഞു തരികയാണ്. വേറൊരു ചിന്ത എൻ്റെ മനസ്സിലില്ല. നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഇത് അറിയുന്നവർ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. അത്ര ശരനൂൽ രഹസ്യമായത്. നിങ്ങൾ കേട്ടിട്ടുള്ള ശരനൂലൊന്നും അല്ലേ പറയാൻ പോകുന്നത്. ഇത് എങ്ങൊന്നും കിട്ടത്തില്ല. എത്ര കൊല്ലം ഒരു തപസ്സിരുന്നാൽ പോലും കിട്ടാത്ത ശരനൂലേ പറഞ്ഞു തരാൻ പോകുന്നത്. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവരുടെയും നോക്കാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. അത് എങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി അതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യം. അത് അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട, ആവർത്തിക്കേണ്ടി വരും.
അത് ആവശ്യമുണ്ട് ആവർത്തിച്ചാൽ മതി, പിന്നെ പ്രയത്നിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. വാട്സപ്പിലെ വർക്ക് തന്നെ തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. മുൻഗണനക്രമത്തിൽ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരികയാണ്, ഈ വിദ്യ പരമ 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 പവിത്രമായ സൂക്ഷ്മമായ ജീവിതത്തിൽ എന്ത് നേടിത്തരുന്ന വിദ്യയാണ്. ഇത് നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഈശ്വരീയമായ പ്രകൃതി നിങ്ങൾക്ക് തിരിച്ചടി നൽകും. നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതൊരു ഗുരുവചനമായിട്ട് സ്വീകരിക്കുക. ഗുരുത്വം കളയരുത്, ഗുരു പറയുന്നതിനപ്പുറം ചെയ്യുകയും ചെയ്യരുത്. നല്ലതിന് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. പ്രകൃതി തിരിച്ചടിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രകൃതിയിൽ നിന്ന്, ആ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. കാരണം ഇത് ഒരു വിദ്യ പറഞ്ഞു തരുമ്പം ആ ഗുരു പറയുന്ന ഒരു വാചകമാണ്. നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. ജീവിതത്തിൽ എല്ലാം എന്തും നിങ്ങൾക്ക് അർഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പറ്റും. തടസ്സപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ ഉയർച്ചകളും നൽകുന്ന ഒരു വിദ്യയാണ് ഇത് വിശ്വാസത്തോടെ ചെയ്യണം. അത്ഭുതകരമായ കാര്യമാണ്. ഞാനത് ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എന്നുള്ള ചിന്തയിൽ പറഞ്ഞു തരികയാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. അദ്ദേഹത്തിന് ഞാനത് വാട്സപ്പിൽ കൂടെ ആണെന്ന് നോക്കിയത്. പിന്നെ അദ്ദേഹം എന്നെ നേരിട്ട് അമേരിക്കയിൽ നിന്ന് കാണാൻ വന്നായിരുന്നു. നേരത്തെ അനുവാദമൊക്കെ ചോദിച്ച് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്താണ് വന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്ത വിദ്യയാണ്. നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കണമെങ്കിൽ മുഴുവൻ കേൾക്കണം കേട്ടോ. ഏറ്റവും മൂലം കേട്ടിട്ട് പോകരുത്. അത് മുഴുവൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലീം എന്ന് മനസ്സിൽ ജപിക്കുക. നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ ഉപകരിക്കും. ഒരു തവണ ജപിച്ചുകൊണ്ടോ ഒരു ദിവസം ജപിച്ചുകൊണ്ടോ അത് നിങ്ങളുടെ കയ്യിലെത്തുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മനസ്സും ഈ വിദ്യയുമായിട്ട് ഒരു ലയം ഉണ്ടാകണം. നിങ്ങൾക്കത് വഴങ്ങണം. അവിടുന്നാണ് സിദ്ധമാകുക എന്ന് പറയുന്നത്, വശമാകുക എന്നുള്ളത്. അങ്ങനെ വശമായി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ വിദ്യയുമായിട്ട് ചേരണം, സംശയമില്ലാതെ. അത് പലതവണ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളിലേക്ക് എത്തിച്ചു. ഈ വിദ്യയാണ് ആ ഗൂഗിളിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി അത് കഴിഞ്ഞ് മറ്റൊരു കമ്പനിയിൽ കിട്ടി, വലിയ ശമ്പളത്തിൽ. പിന്നെ ഒരു വിദ്യയും കൂടെ ഉണ്ട്. 2 വിദ്യകളും കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വിദ്യയുടെ കുറച്ച് രഹസ്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിദ്യയിലേക്ക്. 2 വിദ്യകളുണ്ട്. ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ അത് ഇടതുമൂക്കിലും വലതുമൂക്കിലുമുള്ള ഒരു വിദ്യയുടെ തന്നെ 2 ഭാഗങ്ങളാണ്. അത് ഈ വലതുമൂക്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇടതുമൂക്കിലുള്ള രഹസ്യം പറഞ്ഞുതരാം. ഇങ്ങനെ ഇടതുമൂക്കിനുള്ളിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ സാധാരണ പോലെ ചെയ്യാം. അതിനൊരു മാറ്റവും വരുത്തണ്ട. ശ്വാസം എടുത്ത് പിടിക്കുകയോ ഒന്നും വേണ്ട. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. കണ്ണ് തുറന്നുകൊണ്ട് ശ്രദ്ധിക്കുക. മനസ്സിൽ ക്ലീമെന്ന് ജപിക്കുക. ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുക സാധാരണ പോലെ ചെയ്യാം. ഈ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ അപാരമായ വശ്യമാണ്. അതുപോലെ നിങ്ങളിലേക്ക് സമ്പത്ത്, സുഖസൗഭാഗ്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചു വരും. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കട നടത്തുകയാണ്, കച്ചവടം ഉണ്ടാകാൻ. നിങ്ങൾക്കൊരു ഗൾഫിലേക്കൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു. നിങ്ങൾക്കൊരു പ്രമോഷൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയാണ്. നിങ്ങളിപ്പം ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എത്രയോ ആളുകളായിരിക്കും അവരൊരു ദിവസം ഡീൽ ചെയ്യുന്നത്. അല്ലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അല്ലെ എത്രയോ പ്രശ്നങ്ങളായിരിക്കും ഒരു ദിവസം ഡീൽ ചെയ്യുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനും നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് പ്രവർത്തിക്കാനും ഈ ക്ലെയിം ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി. അല്ലെ നിങ്ങളൊരു വക്കീലായിക്കോട്ടെ, വലിയ പ്രമാദമായ കേസുകളായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് വക്കീലന്മാരൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പ്രമാദമായ ചിലപ്പം കേസുകളും, അല്ലെ ആ കേസിലെ ജയിക്കാൻ വേണ്ടി ഒരു വഴി ചിലപ്പോൾ തുറന്നു കിട്ടിയാൽ ജയിക്കും. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ക്ലെയിം എന്ന് മനസ്സിൽ ജപിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലിക്കിടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിക്ക് തടസ്സം വരാത്ത, പ്രശ്നം വരാത്ത രീതിയാണെങ്കിൽ ജോലിക്കിടയിലും ആവർത്തിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. നിങ്ങളിത് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും ഫലമുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ ചെന്നാലും ഒരു കാര്യം സാധിക്കാൻ ഇത് ചെയ്താൽ നല്ലതാണ്. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി സമ്പത്തിനെ ചിന്തിച്ചുകൊണ്ട്, പണത്തെ ചിന്തിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുക. പണം നിങ്ങളിലേക്ക് പല മാർഗങ്ങളിലൂടെ വരാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരും. നിങ്ങളുടെ മക്കൾ അനുകൂലമാകാൻ വേണ്ടി ഇത് ചെയ്യുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി ചെയ്യുക. എന്ത് കാര്യത്തിനു വേണ്ടി ഇത് ചെയ്യുക. പക്ഷെ നല്ല കാര്യമായിരിക്കണം. മറ്റൊരുത്തിനോട് ഭാര വെക്കുന്നതോ മറ്റൊരുത്തിനോട് ദോഷം ചേർന്ന കാര്യങ്ങളോ വിചാരിച്ചത് ചെയ്യരുത്. അത് ഈ വിദ്യ പറഞ്ഞു തരുന്ന ഗുരു എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന ദോഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കർമ്മദോഷം അനുഭവിക്കേണ്ടതായി വരും. ഞാൻ പറയുന്ന വാക്കുകൾ വെറുതെ ആകത്തില്ല. അതുകൂടെ ചിന്തിച്ചോണം. നല്ലതിന് മാത്രമേ ചെയ്യാവുള്ളൂ. പറഞ്ഞ മനസ്സിലായി. തെറ്റായ കാര്യത്തിൽ ചെയ്യരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാൻ, നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി, നിങ്ങൾക്ക് പണം ഉണ്ടാകാൻ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ കിട്ടാൻ, ഐക്യത്തിന് വേണ്ടി, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമാകാൻ, മക്കളും അച്ഛനും തമ്മിൽ വഴക്കുണ്ടെ ഐക്യമാകാൻ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടെ ഐക്യമാകാൻ, നിങ്ങൾ മേലുദ്യോഗസ്ഥനുമായിട്ടൊരു ഐക്യത്തിൽ വരാൻ വേണ്ടി, പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ, അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വർക്കുകൾ വർദ്ധിച്ചു വരാൻ, സാമ്പത്തികം വർദ്ധിച്ചു വരാൻ, നിങ്ങൾ കടയുണ്ടെങ്കിൽ കട കച്ചവടം കൂടാൻ, നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും അതിൽ ഉയർച്ച ഉണ്ടാകാൻ, നിങ്ങളുടെ വീട്ടിൽ ഐക്യവും സമാധാനവും സമ്പത്തും ഉണ്ടാകാൻ, എല്ലാത്തിനും ഇത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇനിയും നമുക്കെപ്പോഴും ഒരു അറിവ് ആവശ്യം ഏതൊരു കാര്യത്തിനും, അല്ലേ? ഈ അറിവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ശ്വാസം എപ്പോഴും എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം. ഇത് രണ്ടും ചെയ്യുമ്പോഴും ഒരു മൂക്കും, വലതുമൂക്കും ഇടതുമൂക്കും ഒന്നും അടച്ചു പിടിക്കണ്ട. മൂക്കൊക്കെ തുറന്ന് ഇരുന്നോട്ടെ, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം. ഒരു മൂക്കും ഒന്നും അടച്ചു പിടിക്കണ്ട. നിങ്ങൾ ആ മൂക്കിനുള്ളിൽ ആ ശ്വാസത്തെ ഈ പറയുന്ന രീതി മനസ്സവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കെല്ലാത്തിനും അറിവ് വേണം. അറിവില്ലാതെ ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റത്തില്ല. അറിവിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വക്കീലാണ്, ആ വക്കീലിന് കേസ് വിജയിക്കണം. അപ്പോൾ അതിനുള്ളൊരു കാര്യം കിട്ടണം. അതിൽ നിന്ന് വലതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് പഠിത്തത്തിൽ മുന്നേറണം. ആ പഠിക്കുന്ന സമയത്ത് വലതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് കച്ചവടം കുറവാണ്. കച്ചവടം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള വഴി തെളിയണമെങ്കിൽ വലതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്യണം. മനസ്സിലായല്ലോ? നമുക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കണം. നമുക്കിതെല്ലാം വശപ്പെടുത്തി നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി അത് കഴിഞ്ഞ് ഇടതുമൂക്കിനുള്ളിൽ ക്ലെയിം ജപിക്കണം. വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കുമ്പം ഒരു മന്ത്രവും ജപിക്കേണ്ട, ക്ലെയിമും ജപിക്കണം, ഒന്നും ജപിക്കേണ്ട. ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രം ക്ലെയിം ജപിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഈ വിദ്യ ചെയ്ത് രക്ഷപ്പെട്ട ആളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന പുസ്തകത്തിൽ കാണുന്ന കാര്യമൊന്നുമല്ല. ഇത് ഭഗവാൻ തരുന്ന ജ്ഞാനമാണ്. എനിക്ക് ഭഗവാൻ തന്നെ ഗുരു. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഭഗവാൻ തന്നെയല്ല. പിന്നെ മഹാഗുരു അഗസ്ത്യൻ, അദ്ദേഹം എൻ്റെ പരമഗുരു തന്നെയാണ്. തിരുമൂലർ, ഇങ്ങനെ ആ ഗുരുക്കന്മാരെ പാദങ്ങൾ വന്നിച്ച് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പരമമായ ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ ഒരു 30-ാമത്തെ വയസ്സിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം എന്ന വിദ്യ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. പിന്നെ എത്രയോ ശിവവിദ്യകൾ ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കടലിനെക്കാട്ടിലും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോളം തന്നെ ഈ ശൂന്യതയെ ധ്യാനിക്കുന്ന എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ സൂക്ഷ്മവിദ്യകളുമുണ്ട്. പക്ഷേ ശൂന്യതയെ ഞാൻ ധ്യാനിക്കുന്നത് അത് ശിവനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കും പ്രയോജനപ്പെടുത്താം. ആർക്കും. എൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും. എനിക്കറിയാതെ പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. ചിന്തിക്കാത്ത ആളുകൾ ഇവരെ കാണുന്നുണ്ട്. എനിക്കറിയാതല്ല, ഞാനെല്ലാം അറിയുന്നുണ്ട് പലതും. മറ്റൊന്നുമല്ല,
അത് പലരും പറഞ്ഞ് ഒക്കെ അറിയുന്നുണ്ട്. അത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത്. എല്ലാവരും കാണട്ടെ, എല്ലാവരും ചെയ്യട്ടെ, നല്ല കാര്യമാണ്. ഏറ്റവും ശുദ്ധമായ മനസ്സോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നന്മ വരണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളൂ. ഈ വിദ്യ ആര് ഇതുപോലെ ചെയ്യുന്നോ അവരുടെ ജീവിതത്തിൽ എല്ലാം വന്നു ചേരും. അപ്പോൾ വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച്, മനസ്സിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അറിവ് നേടിയെടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കച്ചവടം ചെയ്യുവാണെങ്കിൽ കച്ചവടം കൂടുതൽ പുരോഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ, നിങ്ങളൊരു വക്കീലാണെങ്കിൽ, ഡോക്ടറാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സേവനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോൾ വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാ നടനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീരിയൽ നടനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കലാകാരനാണെങ്കിൽ, നിങ്ങളുടെ കഴിവ് എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്തണം, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ വലതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ഇത് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ഏത് തൊഴിൽ ചെയ്യുന്നവരും അതിൽ എനിക്ക് എങ്ങനെ ഉയർച്ച ഉണ്ടാകണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ വലതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നതിൽ എൻ്റെ കയ്യിലേക്ക് വരാൻ വേണ്ടി, എനിക്ക് വശ്യമായിട്ട് ഞാൻ അനുഭവിക്കാൻ വേണ്ടി, എന്നിലേക്ക് എത്താൻ വേണ്ടി ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ക്ലെയിം ജപിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിക്കുക. ആദ്യം വലതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ആ കാര്യത്തിനുള്ള ഒരു ഉപായം നിങ്ങൾക്ക് തെളിഞ്ഞു വരും. ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് അത് വശമാക്കി എടുക്കണം. എല്ലാം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ലത് ചെയ്യുക. അപ്പോൾ ഇത് അത്ഭുതകരമായ വിദ്യയാണ്. അത്ഭുതകരമായ വിദ്യയാണ്. ഞാൻ ഈ വിദ്യ പറഞ്ഞു തരുന്നത് ഇന്ന് ദീപാവലി ദിവസമാണ്. ഇത് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇത് എന്നും എപ്പോഴും ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്കിത് എന്ന് ചെയ്താലും പ്രയോജനമാണ്. ഇത് ഈ യൂട്യൂബ് വീഡിയോ ഉള്ളിടത്തോളം കാലം ഈ വീഡിയോ കാണുന്നവർക്ക് എപ്പോൾ ആര് കണ്ട് ചെയ്താലും എല്ലാം എപ്പോഴും പ്രയോജനം കിട്ടുക. ഈ ദീപാവലി ദിവസം ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദീപാവലി നല്ലൊരു ഐശ്വര്യമുള്ള ദിവസമാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. എൻ്റെ ദീപാവലി എന്ന് വെച്ചാൽ സ്വീറ്റ്സ് മേടിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, അവർ തിന്നുന്ന കണ്ട് സന്തോഷിക്കുക. ഇതാണ് നമുക്ക് സന്തോഷം. ഞാൻ കഴിക്കാറില്ല, എനിക്ക് ഷുഗറും ഉണ്ട്. അല്ലെങ്കിലും എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ദീപാവലി. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ദീപാവലി ദിവസമാണ്. പക്ഷെ എന്ന് കണ്ടാലും എപ്പോഴും ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പരമമായ അറിവാണിത്. ഈ അറിവിന് മുന്നിൽ വേറെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് വിശ്വാസത്തോടെ ആര് ചെയ്യുന്നോ അവൻ്റെ ജീവിതത്തിൽ എന്തു നേടിയെടുക്കാം. എനിത്തിങ് ഇൻ ദ വേൾഡ് അവന് അർഹമായ സത്യസന്ധമായി എത്തിച്ചേരേണ്ട ആത്മാർത്ഥത്തോടെ. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ചിലർക്ക് പെട്ടെന്ന് ഫലമാകും, ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും. ഇത് വശപ്പെടണം. ഇത് ചെയ്ത് വശമാകണം. വശമായിക്കഴിഞ്ഞാൽ നിത്യേന ചെയ്യണം കേട്ടോ. നമുക്കൊരു കാര്യം വശപ്പെടാൻ വേണ്ടി നിത്യേന ചെയ്യണം, വശപ്പെട്ടാലും നിത്യേന ചെയ്യണം കേട്ടോ. അപ്പം ഇത് അത്ഭുതമായ കാര്യമാണ്. ശരനൂൽ രഹസ്യമാണ്. ഈ ശരനൂൽ രഹസ്യം ഒരിടത്തും കിട്ടത്തില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവ്, എൻ്റെ അറിവൊന്നുമല്ല. ഗുരുക്കന്മാരുടെ, പരമേശ്വരൻ്റെ അവർ തരുന്ന കാര്യങ്ങൾ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉൾക്കണ്ണിൽ ജ്ഞാനമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അത് ചെയ്ത ആൾക്ക് ജീവിതത്തിൽ അതുപോലെ മാറ്റം ഉണ്ടായ ശേഷമാണ് നിങ്ങൾക്കിത് എല്ലാവർക്കും കൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പലയിടത്തും വീട്ടിലെപ്പോഴും ഈ കുട്ടികളൊക്കെ മോശം കൂട്ടുകെട്ടുകളെ, ലഹരി, മദ്യപാനം, വഴക്ക്, ബഹളം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ, പിന്നെ ഈ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ മോശമായ റിലേഷനിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെപ്പോഴും ടി വിക്കകത്തും ഒക്കെ കാണുന്നുണ്ട്. പലരും പല അനുഭവങ്ങളും പറയുന്നുമുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ചെയ്യാവുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഒരിക്കലും മോശമായ രീതിയിൽ ആരും പോകത്തില്ല. ആണും പോകത്തില്ല, പെണ്ണും പോകത്തില്ല. നല്ല രീതിയിൽ അവർ ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോകും. അതിന് ചെയ്യേണ്ട കാര്യം, മാസത്തിൽ ഒരു ശനിയാഴ്ച ശിവന് പാൽപ്പായസം, മൃത്യുഞ്ജയ അർച്ചന, കൂവളത്തിലെ അർച്ചന, ഒരു കൂട് ഭസ്മം, പിൻവിളക്ക് ഇത് ചെയ്യുക. ഇത് മാസത്തിൽ ഒരു ശനിയാഴ്ച വീതം ആവർത്തിക്കുക. പിന്നെ പക്കനാളിനും ചെയ്യണം. നല്ല രീതി വരും. കരിക്കാഭിഷേകം കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പറ്റുമെങ്കിൽ ചെയ്യുക. ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് അനുഭവം. പിന്നെ
ശനിയാഴ്ചകളിൽ ഇതിൻ്റെ കൂടെ മൃത്യുഞ്ജയാർച്ചനയും കൂവളത്തിലെ അർച്ചനയും ജലധാരയും കൂടെ ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു കൂടി ഭസ്മം കൊണ്ട് നടക്കി വെക്കുക. ഇത് ശനിയാഴ്ചകളും ആവർത്തിക്കുക. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ടെന്നറിയോ? എത്രയോ ആളുകൾ അങ്ങനെ മോശം രീതിയിൽ മോശമായ ചില ബന്ധങ്ങളും റിലേഷനും കൂട്ടുകെട്ടുകളും ലഹരി എന്തും ആയിക്കോട്ടെ, അവരൊക്കെ തിരിച്ചു വന്ന അനുഭവം ഉണ്ടായി. ഇന്ന് നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ചിലത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പറയാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ആരും ഉപദേശിച്ചാൽ ഒന്നും ആരും മാറാൻ പോകുന്നില്ല. നിങ്ങൾ ഉപദേശിച്ച് നോക്കുക, മാറുമോ നോക്ക്. ഉപദേശിച്ചാലൊന്നും ആരും മാറാൻ പോകുന്നില്ല. ഈ ഒരു കാര്യം നല്ലതാണ്. വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്ത ഫലമുണ്ടാകും. പിന്നത്തെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യം ശിവന് ഇതുകൂടി ചെയ്താൽ നല്ലതാണ്. ഏതാണെന്നറിയോ? തിങ്കളാഴ്ച ശിവന് അല്പം നെയ്യ് സമർപ്പിക്കുക. ഒരു കുപ്പിക്കകത്ത് വെള്ള നിവേദ്യം, കൂവളത്തിലെ അർച്ചന, ഇത് 3 സമർപ്പിച്ച് തിങ്കളാഴ്ച രാവിലെ പ്രാർത്ഥിക്കുന്ന. തിങ്കളാഴ്ചകൾ രാവിലെ വീതം സാധിക്കുന്ന പോലെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക, പ്രയത്നിക്കുക. വളരെ സാമ്പത്തികം ഉണ്ടായവരുണ്ട്, വലിയ സാമ്പത്തികം ഉണ്ടായവരുണ്ട്. ഇത് നിങ്ങൾക്ക് ശനിയാഴ്ചയും ചെയ്യാം, സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യാം. തിങ്കൾ ശനി ദിവസങ്ങളെ ആവർത്തിക്കുക. നല്ല നിലയിൽ രക്ഷപ്പെട്ടവരുണ്ട്, സാമ്പത്തികം നന്നായിട്ട് വന്നവർ. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയൊക്കെ വേണം. അതോടൊപ്പം വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ഒരു കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കൂടെ സമർപ്പിക്കുന്ന നല്ലതാണ്. കുളവുള്ള ക്ഷേത്രമാണെങ്കിൽ മലയിലുകൊണ്ട് മീനൂട്ടും ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ സാമ്പത്തികം ഉണ്ടായവരുണ്ട്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഈ പണം ഉണ്ടാകുന്നതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യമുണ്ട്. സാധാരണക്കാരൻ അത് ചെയ്യാത്തൊരു രഹസ്യമാണ്. എന്താണെന്നറിയോ? ഇപ്പം നമുക്ക് നമ്മൾ പലരോടും കടം മേടിക്കുക ആവശ്യത്തിന്. അപ്പം നമ്മുടെ ചിലപ്പോൾ പൈസ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ അവരുടെ കടം കൊടുക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച കടങ്ങൾ ആദ്യം കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പൈസ അതുപോലെ വരും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരാളുടെ നിന്ന് സാധാരണക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. അവർ കടം മേടിക്കും. അവരെ ചില പൈസ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് സമയമില്ല, നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടി ചിലവാക്കും. അത് ചെയ്യരുത്. ആ കടം മേടിച്ചവർക്ക് ആദ്യം കൊടുക്കണം. അങ്ങനെ ചെയ്ത് നോക്കുക. പണം അതുപോലെ നിങ്ങളിലേക്ക് വരും. പലർക്കും പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കടം മേടിച്ചു, നമ്മുടെ ഇച്ചിരി പൈസ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ ആണെങ്കിലും കൊടുത്ത് വിട്ടണം. ഇച്ചിരി വന്നു കഴിയുമ്പം നമ്മൾ ആ വേറൊരു കാര്യത്തിന് വേണ്ടി അങ്ങ് ചിലവാക്കും. അവരെ പെൻഡിങ് നിർത്തും. ഒരിക്കലും ഗതി പിടിക്കത്തില്ല. സംശയം വേണ്ട, പണം ബ്ലോക്കാവും. കാരണം അങ്ങനെ ചില രഹസ്യമുണ്ട്. പണത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. നിങ്ങളിലേക്ക് പണം വരാൻ, നിങ്ങളുടെ ദാരിദ്ര്യം ഒരിക്കലും മാറത്തില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് തെറ്റില്ലല്ലോ. ആർക്കൊക്കെ കടം കൊടുക്കാമെന്ന് ലിസ്റ്റ് എഴുതി വെക്കുക. അതെല്ലാം അങ്ങ് തീർക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് പണം ഇഷ്ടംപോലെ വരും. ഈ ഒരു വിദ്യ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയാം. നിങ്ങൾ ആ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് കൊടുക്കാതില്ല, നിങ്ങളെ പറ്റുന്ന പോലെ കുറേശ്ശെ കൊടുത്ത് അങ്ങ് വീട്ടണം. ചിലർ മറന്നു പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നാൽ അവരെ ഓർപ്പിച്ച് കൊടുക്കണം. അവർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കാതിരിക്കും തോറും നമ്മുടെ പണം ബ്ലോക്കാവും. അങ്ങനെ ഒരുപാട് പണം നമുക്ക് ദാരിദ്ര്യം മാറത്തില്ല. അപ്പോൾ നമ്മൾ ആ കടങ്ങളെല്ലാം വീട്ടുക. പണം നമ്മളിലേക്ക് നന്നായിട്ട് ഒഴുകും. പിന്നെ പണം എപ്പം കയ്യിൽ കിട്ടിയാലും സന്തോഷത്തോടെ ഈശ്വരന് നന്ദി പറയുക. നമ്മൾ എന്ത് ചെലവിന് വേണ്ടി പണം നമ്മൾ മുടക്കിയാലും, ഈ പണം മുടക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ഈശ്വര, അത് എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ ഈശ്വര, അതിന് നന്ദി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിലവാക്കുക. പണം ഒരിക്കലും കൈ കുറയത്തില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സാധാരണക്കാർക്ക് അറിയത്തില്ല. ഇത് അവർ ആ കടം പെൻഡിങ് വെക്കും. ബാക്കി പല കാര്യവും ചെയ്യും, രക്ഷപ്പെടത്തില്ല. സംശയമൊന്നും വേണ്ട. ദാരിദ്ര്യം ഒഴിയത്തുമില്ല. കാരണം ഈ പൈസ കൊടുക്കാനുള്ളവൻ്റെ മനപ്രാക്കം ഉണ്ടാവും. അത് മതി, കൂടുതലൊന്നും വേണ്ട. അവൻ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും അതൊരു ബാധ്യതയാണ്, ഒരു കടമാണ്. അതിനൊരു കർമ്മദോഷമുണ്ട്. അത് എന്തൊക്കെ ചെയ്താലും ദാരിദ്ര്യം മാറത്തില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പാണ്, എനിക്ക് സംശയമൊന്നുമില്ല, ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകും. അതുപോലെ സാമ്പത്തികം വരും. അത് നല്ല കാര്യത്തിന് വേണ്ടി ചിലവാക്കുക. കുറച്ചൊക്കെ ദാനധർമ്മങ്ങൾക്ക് ചിലവാക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.